നമസ്കാരം, ഞാൻ അമലക്ഷി. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ തുടക്കക്കാരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളിൽ പല ആൾക്കാരും നല്ലൊരു കഥ എഴുതിയിട്ട് തിരക്കഥ കംപ്ലീറ്റ് ചെയ്തിട്ട് പല ഡയറക്ടേഴ്സിനോടും പോയി കഥ പറയാറുണ്ട്, അവർക്ക് നിങ്ങളുടെ തിരക്കഥ കൊടുക്കാറുണ്ട്. ഇനി അതല്ല, അവർക്ക് നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു കഥ അവർ പറഞ്ഞിട്ട് അപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു കംപ്ലീറ്റ് തിരക്കഥ എഴുതി കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വലിയൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ആ പണി എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാ ഡയറക്ടേഴ്സിനെ പറ്റിയല്ല, വളരെ ജെന്യൂനായിട്ട് സീരിയസ് ആയിട്ട് റൈറ്റേഴ്സിനൊപ്പം നിന്ന് ഒരു സിനിമ ഓണാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ്, അത് സിനിമ ചെയ്തവരും സിനിമ ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ അവരെ പറ്റി ആരെയും പറ്റിയല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്നാലും വളരെ കുറച്ച് ശതമാനം ഉഡായിപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട്. അത്തരക്കാരെ പറ്റിയും അവരെന്താണ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇത് ഞാൻ പറയുന്നത് വെറുതെ ഒന്നും പറയിക്കല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ പല ഫ്രണ്ട്സിനുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഈ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പല സീനിയർ റൈറ്റേഴ്സിനെ കാണുന്ന സമയത്ത് അവരോട് ഇങ്ങനൊരു പ്രശ്നം തുടക്കക്കാരനുണ്ടല്ലോ, അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻപുട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളൊരു റൈറ്ററാണ്, നിങ്ങളുടെ മനസ്സിൽ നല്ല കുറേയധികം കഥകളുണ്ട്, നിങ്ങൾ തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സിനിമയിൽ ആരുമായിട്ടും ഒരു ബന്ധമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വഴിക്ക് ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്ത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ആൾക്കാരെ, അതായത് ഇപ്പോൾ സിനിമയിൽ സെറ്റിൽ ചായ കൊണ്ട് കൊടുക്കുന്ന ചെക്കം മുതൽ ഇതുപോലെ ഒരു ഏറ്റവും വലിയൊരു സീനിയർ ഡയറക്ടർ ആയിക്കോട്ടെ, ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ ഒരാളെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഒരു പുള്ളി ഓൾറെഡി ഒരു സിനിമ ചെയ്ത ആളായിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളായിക്കോട്ടെ, ഇത്തരം ഒരാളെ നിങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ പുള്ളി നിങ്ങളടുത്തേക്ക് വരുന്നു, നിങ്ങൾ അയാളോട് കഥ പറയുന്നു. പുള്ളിയിലൂടെ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറാമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തെന്താണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് കഥകളെല്ലാം അവരോട് പറയുന്നു. പക്ഷേ ഈ കഥകളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അടിപൊളി എന്ന് വിചാരിക്കുന്ന കഥകളാണ്, പക്ഷേ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കര സങ്കടത്തിരിക്കുകയായിരിക്കും, പക്ഷേ എൻ്റെ കഥയൊന്നും ഇഷ്ടപ്പെടില്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ അവസരം പോയല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി പറയും, എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, ഈ കഥ നമുക്കൊന്ന് തിരക്കഥയാക്കിയാലോ എന്ന് ചോദിക്കും. നിങ്ങളപ്പം ആ ഒരു അവസരം കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ എടുപൊട്ടും. നിങ്ങൾ ഓക്കെ അടിപൊളി നമുക്കതാക്കാം എന്ന് പറഞ്ഞിട്ട് ആ കഥ നിങ്ങൾ കേൾക്കുന്നു. അയാൾ പറഞ്ഞ അവർ ചിലപ്പോൾ ഒരു കഥയായിരിക്കണമെന്നില്ല, ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളായിരിക്കും. ഈ ഐഡിയ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളതിനെ ഗംഭീര കഥയാക്കാമെന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ ആ ഒരു കഥ എടുത്ത് വെച്ചിട്ട് നിങ്ങളതിനെ കംപ്ലീറ്റ് ഒരു സ്ക്രീൻ പ്ലേ ആക്കുന്നു. അതായത് 3-4 മാസം എടുത്തിട്ട് നിങ്ങളുടെ ആദ്യത്തെ തിരക്കഥയാണ്, ആദ്യത്തെ സിനിമയാകാൻ പോകുന്ന പ്രൊജക്റ്റാണ്. നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ പല പുസ്തകങ്ങൾ റെഫറൻസ് ചെയ്തു, പല കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഒരു കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ തയ്യാറാക്കുന്നു. അങ്ങനെ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ട് ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി നിങ്ങളെ വിളിച്ചിട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് കുറേയധികം സജഷൻസ് തരുന്നുണ്ടാവും. ആ സജഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൊളാബ് ചെയ്തിട്ട് നിങ്ങളൊരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ആ ഒരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഡയറക്ടർക്ക് തിരക്കഥ കൊടുക്കുന്നു. ആ ഡയറക്ടർ ഈ പറയുന്ന കണക്ക് പ്രൊഡ്യൂസറിനെ കണ്ട് ആർട്ടിസ്റ്റിനെ കണ്ട് സിനിമ ഓണാക്കാം എന്ന് പറഞ്ഞിട്ട്, കാരണം പുള്ളി സിനിമയിലാണ്, സിനിമയിൽ കുറേയധികം കോൺടാക്ട്സ് ഉണ്ട്, പുള്ളി അത് ആക്കാം എന്ന് പറഞ്ഞു പോകുന്നു. പോയതിന് ശേഷം പിന്നീട് ഒരു അറിവില്ല. അതായത് എവിടെ പോയി എന്താണെന്നൊന്നും അറിയില്ല. വിളിച്ചു ചോദിക്കുമ്പോൾ സിനിമയാകുന്നില്ല, പ്രൊഡ്യൂസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഓക്കെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കുറേ നാളായിട്ടും സിനിമയൊന്നും ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുത്ത ആ ഒരു തിരക്കഥ എന്ന് പറയുന്നത് അവിടെ അവരുടെ കയ്യിലിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും ഒരു ബന്ധം കിട്ടി. കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊരു തിരക്കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ത്രൂ നിങ്ങൾക്ക് ഒരു ഡയറക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഇത് സിനിമയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ തിരക്കഥ മറ്റൊരാളെ ഏൽപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നമെന്ന് പറയുന്നത് ഈ ഡയറക്ടർ അയാൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങളോട് വന്നിട്ട് അയാളുടെ കഥ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കൊണ്ട് തിരക്കഥ എഴുതിച്ചത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അയാൾക്ക് കൂടി പകുതി ഓണർഷിപ്പ് ഉള്ളൊരു തിരക്കഥയാണത്. നിങ്ങളുടെ മാത്രം ഓണർഷിപ്പിലുള്ള ഒരു കണ്ടന്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഫ്രീഡത്തോട് കൂടി മറ്റൊരു ഡയറക്ടർക്ക് അത് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ഒരുപക്ഷെ അയാൾ പറയുകയാണെങ്കിൽ അയാൾ പറയണില്ല, ഇത് എനിക്ക് തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യാൻ നോക്കുകയാണെന്ന്. അപ്പോൾ ശരിക്കും മറ്റൊരാൾക്ക് നിങ്ങൾക്കത് കൊടുക്കാനും പറ്റുന്നില്ല, ഇയാളുടെ കയ്യിൽ ഇരുന്നിട്ട് അത് സിനിമയാകുന്നുമില്ല. നിങ്ങൾ 3-4 മാസം ഇരുന്ന് എഫേർട്ട് എടുത്ത് ചെയ്ത ആ ഒരു പരിപാടി അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും അല്ലേ, കുഴപ്പമില്ല, അയാൾ എന്നാണെങ്കിലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങളിങ്ങനെ കാത്തിരിക്കും. ഈ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാർക്കും ഇത് വന്നിട്ടുണ്ട്. ഓൾറെഡി എനിക്കും പണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ തുടക്കക്കാരായിട്ടുള്ള പല റൈറ്റേഴ്സും വിചാരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ബന്ധമുള്ള ഒരാളുമായിട്ട് കൊളാബ് ചെയ്ത് നിങ്ങൾ തിരക്കഥ എഴുതി അങ്ങനെയാണെങ്കിൽ അയാൾ അത് എന്തെങ്കിലും സിനിമയാക്കിക്കോളൂ എന്ന് പറഞ്ഞ് പലരും കാത്തിരിക്കാറുണ്ടല്ലേ. എന്നാൽ നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയോ, നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല കളി, ഇതിൻ്റെ പുറകിന് വലിയൊരു കളി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ കളി എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഭാവിയിലെങ്കിലും ഇത്തരം ട്രാപ്പുകളിൽ വീഴില്ല. ആദ്യം അവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, പിന്നെ അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് നോക്കാം, ഇത്തരക്കാരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം, നിങ്ങൾക്ക് ഐറ സ്ക്രിപ്റ്റ്സിനെ പറ്റി അറിയുകയില്ലെങ്കിൽ തിരക്കഥ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടൂളാണ്. ഈ ടൂളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിങ്ങളുടെ തിരക്കഥ എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇതൊരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ടൂൾ മാത്രമല്ല, നിങ്ങൾ എഴുതുന്ന സ്ക്രീൻ പ്ലേ നിങ്ങൾക്ക് എയുടെ സഹായത്തോടു കൂടി ഡയറക്റ്റ് ചെയ്യാനും അതൊരു പ്രീ വിഷ്വലൈസേഷൻ ഫിലിമായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പം ഐറയുടെ
ഡയറക്ടർ കോ പൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു AI ഫിലിം മേക്കിംഗ് ഫീച്ചർ അതിൻ്റെ എയർലി ആക്സസ് നമ്മൾ ഇത്തരത്തിൽ ഐറയുടെ പ്രോ എടുത്തിട്ടുള്ള ആദ്യത്തെ 100 പേർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതുവരെ 70 സംതിങ് പേരാണ് ഐറയുടെ പ്രോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഐറയുടെ എയർലി ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉഡായ്പ ഡയറക്ടേഴ്സ് കളിക്കുന്ന ആ കളി എന്താണെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതായത് സിനിമയിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്ന, അത് എന്തുമായിക്കോട്ടെ, അസിസ്റ്റൻറ്റ് ക്യാമറമാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി സെറ്റിൽ ചായ കൊടുക്കാൻ പോകുന്ന ഒരാളായിക്കോട്ടെ, സിനിമാക്കാരുമായിട്ട് ബന്ധമുള്ള, സിനിമയിൽ വർക്ക് ചെയ്യുന്ന, ഭാവിയിൽ ഡയറക്ടറാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ എടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഓൾറെഡി 2-3 സിനിമകളൊക്കെ ചെയ്ത് ഫ്ലോപ്പായ, 2-3 പടങ്ങളൊക്കെ ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന മറ്റൊരു ഡയറക്ടർ. അപ്പോൾ ഈ രണ്ടാൾക്കാരെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി സിനിമയിൽ നിൽക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ളൊരു റൈറ്റർ ഇവർക്ക് വേണ്ടിയിട്ട് തിരക്കഥ എഴുതി കൊടുക്കില്ല, അല്ലെങ്കിൽ തിരക്കഥ എഴുതി കൊടുക്കാനായിട്ട് മടിക്കും. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത്, തുടക്കക്കാരനാണെങ്കിൽ അവൻ ഇതുവരെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവന് സിനിമാക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ഈ പറഞ്ഞ റൈറ്റേഴ്സൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അവരോട് പോയി ഒരു കഥ എഴുതി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് പുതിയ പയ്യനാണ്, എന്തിന് എഴുതി കൊടുക്കണം, എന്തിന് റിസ്ക് എടുക്കണം, അവർക്ക് ഓൾറെഡി അവർ സീനിയർ റൈറ്ററാണ്, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പല സീനിയർ ഡയറക്ടേഴ്സിനോടും പോയി കഥ പറഞ്ഞ് അവരെ കൊണ്ട് പടം ഡയറക്റ്റ് ചെയ്യിക്കാം. അപ്പോൾ അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതൊക്കെ കൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സിനിമയിലുള്ള ഓൾറെഡി ഉള്ള റൈറ്റേഴ്സ് തിരക്കഥ എഴുതി കൊടുക്കില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 2-3 സിനിമകളൊക്കെ ചെയ്ത് ഫ്ലോപ്പായി നിൽക്കുന്ന ഒരു ഡയറക്ടറാണെങ്കിൽ അത്തരം ഒരു ഡയറക്ടർക്ക് ഒരു തിരക്കഥ എഴുതി കൊടുക്കാനായിട്ടും ഇത്തരം റൈറ്റേഴ്സ് പേടിക്കും. കാരണം ആ റൈറ്റർ ഓൾറെഡി നല്ല തിരക്കഥകളൊക്കെ എഴുതി നല്ല മാർക്കറ്റ് വാല്യൂ നിൽക്കുന്ന ഒരു റൈറ്റർ ആണെങ്കിലും പെട്ടെന്ന് പോയിട്ട് ഇത്രയും ഫ്ലോപ്പ് ചെയ്ത ഒരാൾക്ക് തിരക്കഥ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അയാൾ വീണ്ടും അത് ഡയറക്റ്റ് ചെയ്ത് കുളവാക്കി കഴിഞ്ഞാൽ, അതായത് നല്ല തിരക്കഥ പക്ഷേ ഡയറക്റ്റ് ചെയ്ത് വീണ്ടും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആർക്ക് പണി കിട്ടും? ഈ റൈറ്ററിൻ്റെ മാർക്കറ്റ് വാല്യൂ അവിടെ വീണ്ടും ഇടിയും. അപ്പോൾ ആ ഒരു റിസ്ക് ഈ പറഞ്ഞ റൈറ്റേഴ്സും എടുക്കാറില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇവർക്ക് 2 പേർക്കും തിരക്കഥ എഴുതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് തിരക്കഥ വേണമല്ലേ, അവർക്ക് സിനിമയിലേക്ക് കയറണമെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ലൊരു തിരക്കഥ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡയറക്ടർ ഇച്ചിരി എഫേർട്ട് എടുക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്താ ചെയ്യുക, സ്വന്തമായിട്ട് ഇരുന്ന് ഒരു തിരക്കഥ കംപ്ലീറ്റ് എഴുതി തീർക്കും. എന്നാലും മടിയരായിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തിരക്കഥ എഴുതാൻ താല്പര്യമില്ലാത്ത മടിയുള്ള റൈറ്റേഴ്സ് ആണെങ്കിൽ അവരെന്താ ചെയ്യാമെന്ന് വെച്ചാൽ മറ്റൊരാളെ ഇത് ഏൽപ്പിക്കാമെന്ന് വെക്കും. അപ്പോഴും അവർ നോക്കുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് തിരക്കഥ എഴുതി കൊടുക്കാനായിട്ട്. അതായത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള റൈറ്ററാണ്, അയാൾ എഴുതി കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ പോലും അയാൾ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കില്ല. അയാൾക്കൊരു അഡ്വാൻസോ അല്ലെങ്കിൽ അയാൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു റൈറ്റർ ആയതുകൊണ്ട് അയാൾക്കൊരു പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ ഫ്രീ ആയിട്ട് ഇവരുടെ മനസ്സിലുള്ള കഥ എഴുതാൻ പറ്റിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് കരുതിയിട്ട് ഇവർ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരെ തേടി ഇറങ്ങും. അങ്ങനെ തേടി ഇറങ്ങുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, തുടക്കക്കാരായിട്ടുള്ള റൈറ്റേഴ്സ് അവർക്ക് ഇന്ന് വരെ സിനിമയിൽ ബന്ധമൊന്നുമില്ല, പക്ഷേ അവർ തിരക്കഥ എഴുതിയിട്ട് ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് സിനിമയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുക, അവർ നോക്കുമ്പോൾ ഓക്കെ എന്നെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാളുമായിട്ട് കണക്റ്റായി, പുള്ളി സിനിമയിലുള്ള ആളാണ്, പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ ഈ തിരക്കഥ സിനിമയാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിപ്പോഴുള്ള പല റൈറ്റേഴ്സും പോയിട്ട് ഈ ഡയറക്ടേഴ്സിനോട് എന്ത് ചെയ്യും, നമ്മുടെ കഥകൾ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ ആ ഡയറക്ടർ പറയും ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും വർക്ക് ചെയ്തില്ല, അതൊന്നും പോരാ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ സാഡാവും. കാരണം നിങ്ങൾ വളരെ പ്രതീക്ഷയോട് പോയ ഒരു ഡയറക്ടറിനോട് പറഞ്ഞു ആ കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സിനിമ ആവേണ്ടതാണ് അല്ലേ, പക്ഷേ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. നിങ്ങളങ്ങനെ സങ്കടപ്പെട്ട് നിങ്ങളുടെ അവസരം പോയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ഡയറക്ടർ പറയും എൻ്റെ മനസ്സിലൊരു കിടിലൻ കഥയുണ്ട്, ഇതൊന്ന് കേട്ട് നോക്ക്, ഇതൊന്ന് തിരക്കഥയാക്കി തരാമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കഥ കേട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന എന്താണ്, ഓക്കെ ഈ ചാൻസ് കളയണ്ട, ഇയാളുടെ കൂടി തിരക്കഥ എഴുതി കൊടുക്കാം, ബാക്കിയൊക്കെ പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് അയാൾ പറയുന്നത് ഒരു ആവറേജ് കഥയാണെങ്കിൽ പോലും തുടക്കക്കാരനായിട്ടുള്ള ഒരു റൈറ്റർ എന്ത് ചെയ്യും, അയാളുടെ കഥ കേട്ടിട്ട് അയാളുടെ കൂടെ കൂടിയിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു തിരക്കഥ കംപ്ലീറ്റ് എഴുതും. ഓക്കെ 2, 3, 4, 5 മാസം എടുത്ത് എഫേർട്ട് ഇട്ട് പല റിസർച്ച് ചെയ്തിട്ടായിരിക്കും പല സീരിയസ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഈ തിരക്കഥ എഴുതി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ടർ എന്താ, ഓക്കെ അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരാൾ തിരക്കഥ എഴുതി കൊടുത്തു, നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു തിരക്കഥ കിട്ടി, അയാൾ ആഗ്രഹിച്ച പോലെ ഒരു തിരക്കഥ കിട്ടി. ഈ ഡയറക്ടർ ഈ തിരക്കഥ വായിച്ച് നോക്കിയിട്ട് കൊള്ളാം, അടിപൊളി, നമുക്കിത് സിനിമയാക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അതുമായിട്ട് പോകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റോറി. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഈ ഡയറക്ടർ ആ തിരക്കഥയായിട്ട് പോയി, നിങ്ങളുടെ വെർഷനിൽ എന്താണ്, പുള്ളി ആ തിരക്കഥയായിട്ട് പോയിട്ടുണ്ട്, ഇനി ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ നടക്കും, നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഇത് നിങ്ങളുടെ വെർഷൻ. ഇനി അയാളുടെ വെർഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഡയറക്ടർ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് മാത്രമല്ല വന്ന് തിരക്കഥ എഴുതാനായിട്ട് പറയുന്നത്, നിങ്ങളെപ്പോലെ 10ഉം 20ഉം റൈറ്റേഴ്സിനെ, അതായത് സിനിമയിൽ കയറാത്ത പുതുമുഖങ്ങളായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ അടുത്ത് ഒരേ സമയം ഇവർ പോയിട്ട് ഒരു 10-20 കഥ, ഇവരുടെ മനസ്സിലുള്ള കുറേ കഥകൾ, അല്ലെങ്കിൽ ആ റൈറ്റേഴ്സിൻ്റെ മനസ്സിലുള്ള കുറേ കഥകളൊക്കെ ചെകഞ്ഞെടുത്തിട്ട് എല്ലാവരെ കൊണ്ടും ഒരു 20 പേരെ കൊണ്ട് ഒരേ സമയം അങ്ങ് തിരക്കഥ എഴുതിക്കും. എന്നിട്ട് ഇവരെല്ലാം കോൾ ചെയ്തിട്ട് എന്തായി അപ്ഡേറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഈ 20 പേരും സിനിമയിൽ കയറാമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് ഈ ഡയറക്ടർക്ക് വേണ്ടിയിട്ട് 2-3 മാസം ഇരുന്നിട്ട് തിരക്കഥ എഴുതി കൊടുക്കും. അങ്ങനെ ഈ ഡയറക്ടർ എല്ലാ തിരക്കഥയും വാങ്ങി സൂക്ഷിച്ച് വെച്ചിട്ട് ഓക്കെ എല്ലാം വായിച്ച് നോക്കിയിട്ട് ഇത്ര അധികം തിരക്കഥകൾ പുള്ളിയുടെ കിട്ടി. പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ
ഈ പറയുന്ന ഇത്രയും തിരക്കഥകളും ആയിട്ട് അതിൽ പല കഥകളുമായിട്ട് പുള്ളി പല ഡയറക്ടേഴ്സിനും, പുള്ളിക്ക് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ബന്ധമുള്ളതുകൊണ്ട് പല ഡയറക്ടേഴ്സിൻ്റെയും പല ആർട്ടിസ്റ്റിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കഥ പറഞ്ഞിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർ പോയി ഒരു കഥ പറയാമെന്ന് വെച്ചാൽ മുഴുവൻ 2.5 മണിക്കൂർ സിനിമയുടെ കഥയൊന്നും ആയിരിക്കില്ല പറയാം. മേ ബി ചിലപ്പോൾ പോയിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറയുന്നു, ഞാൻ ഇത്ര നാളെ പോയിട്ട് എഴുതിയ തിരക്കഥയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ പ്രൊഡ്യൂസർ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു തിരക്കഥ റിജക്റ്റ്. അതായത് നിങ്ങൾ 4-5 മാസം എടുത്ത് എഴുതിയ ആ ഒരു തിരക്കഥ റിജക്റ്റായി. എന്നിട്ട് അത് അയാൾ അത് മാറ്റി വെക്കുന്നു. ഇനി അടുത്ത ആളുടെ തിരക്കഥ മറ്റൊരാളോട് പറയുന്നു. ഇങ്ങനെ ഒരു 20 പേരുടെയും തിരക്കഥ പറഞ്ഞു. 20 പേരുടെയും തിരക്കഥ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പുള്ളി ഇതേ പരിപാടി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് വീണ്ടും ഒരു 10-20 പുതിയ റൈറ്റേഴ്സിനെ കാണുന്നു, അവരോട് കൊളാബ് ചെയ്യുന്നു, അവരുടെ കൂടെ തിരക്കഥ എഴുതുന്നു. അപ്പോൾ ഇവിടെ ആ പ്രൊഡ്യൂസർ നോ പറഞ്ഞാൽ പോലും ഈ ഡയറക്ടർക്ക് അയാൾക്ക് പൈസ നഷ്ടമില്ല, അയാൾക്ക് എന്താ പറയുക, അയാളുടെ സമയം നഷ്ടപ്പെടുന്നില്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല. പകരം കുറേയധികം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ നൈസായിട്ട് പറ്റിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഇങ്ങനെയാണോ ശരിക്കും ഒരു ഡയറക്ടർ, ഒരു വിഷണറി ആയിട്ടുള്ള ഡയറക്ടർ അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. ഇങ്ങനെ ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് ഇതേപോലെ വീണ്ടും ഒരു അടുത്ത് 20 പേരെ പറ്റിച്ച് തിരക്കഥ എഴുതി കൊണ്ടുപോയി ഒരു പ്രൊഡ്യൂസറിനോട് കഥ പറയുന്നു. പ്രൊഡ്യൂസറിന് അത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, ഏതോ ഒരു കഥ പ്രൊഡ്യൂസറിനെ ഇഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർ സിനിമയാക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ഓക്കെ അത് ലോക്കായി, പുള്ളി പടം ചെയ്യുന്നു. അപ്പം ഇവിടെ ആ സ്ക്രിപ്റ്റിന് എത്ര ക്വാളിറ്റി ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ശരിക്കും ഒരു നല്ല സിനിമയുടെ സ്ക്രിപ്റ്റ് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഷണറി ആയിട്ടുള്ള ഡയറക്ടർ എന്താണ് ചെയ്യേണ്ടത്? അയാൾ അയാളുടെ മനസ്സിലൊരു വിഷനുണ്ട്. ഓക്കെ, എൻ്റെ മനസ്സിൽ ഇന്നൊരു കഥയുണ്ട്, ഈ കഥയ്ക്ക് ഇന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്, ഈ കഥയ്ക്ക് ഇന്ന എന്താ പറയുക, സൊസൈറ്റിയിൽ ഇന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ഓഡിയൻസിൻ്റെ അടുത്തേക്ക് അത് എത്തിക്കാനായിട്ട് പറ്റും, ഈ സബ്ജക്റ്റ് ഇന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ അത് വിജയിക്കും എന്നുള്ള വിശ്വാസമുണ്ട്, അതിനെ ബാക്ക് ചെയ്യുന്ന ഡേറ്റാസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു ഡയറക്ടർ എന്ത് ചെയ്യുന്നത്, ഒരു സിനിമയുടെ തിരക്കഥ അല്ലെങ്കിൽ ഒരു സിനിമയെ വിഷണറി ആയിട്ട് കാണുന്നത്. ഒരു റൈറ്ററും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസറിനോട് പോയി കഥ പറയുന്ന സമയത്ത് അയാൾ റിജക്റ്റ് ചെയ്താൽ പോലും ഓക്കെ, അയാൾ റിജക്റ്റ് ചെയ്തു, ഒരു പ്രൊഡ്യൂസർ മാത്രം റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കഥ മോശമാകണമെന്നൊരു നിർബന്ധമില്ല. ആ കഥയിൽ എസൻസ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഈ പ്രൊഡ്യൂസർക്ക് അത് വർക്കായില്ല എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഡിസിഷൻ പോലും അവിടെ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ സ്വയം എടുത്തിട്ട് വീണ്ടും ഒരു 10-20 പേരോട് കഥ പറഞ്ഞിട്ട് ഇതേ കഥ തന്നെ പറഞ്ഞിട്ട് ഓക്കെ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും പേരോട് അല്ലെങ്കിൽ ഒരു 20 പ്രൊഡ്യൂസറിനോടോ അല്ലെങ്കിൽ ഒരു 20 ആർട്ടിസ്റ്റിനോടോ പറഞ്ഞിട്ട് ഓക്കെ ഇത് മോശമാണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്താ പലരും ചെയ്യുന്നത്, ഇതേപോലെ ഒരേ സമയത്ത് കുറേ കഥകൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും, അതായത് ഇപ്പം ഒരു കല്ലെടുത്തിട്ട് ഒരു പോയിന്റിലേക്ക് എറിഞ്ഞ് കൊള്ളിക്കാൻ കഴിവില്ലാത്ത ഒരാൾ ഒരേ സമയം ഒരു 20 കല്ലെടുത്ത് എറിയുന്നു, ഏതെങ്കിലും കൊള്ളട്ടെ, ഭാഗ്യത്തിൻ്റെ പുറത്ത് കൊള്ളട്ടെ, അങ്ങനെ കയറി പോകാമെന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വന്തം ആത്മവിശ്വാസം ഇല്ലാത്ത ഡയറക്ടേഴ്സാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് 3-4 മാസം തിരക്കഥ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. അതായത് ഒന്ന്, നിങ്ങളുടെ തന്നെ കഥയാണ്, നിങ്ങളുടെ തന്നെ തിരക്കഥയാണ് അയാൾ സിനിമയാക്കാനായിട്ട് ചോദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം അത് പുള്ളി സിനിമയാക്കാൻ നോക്കിയിട്ട് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ തന്നെ വിഷനാണ്, നിങ്ങളുടെ തന്നെ സ്ക്രിപ്റ്റാണ്, അത് നിങ്ങൾക്ക് അയാളോട് ചോദിക്കാതെ മറ്റാർക്കും വേണമെങ്കിലും കൊടുക്കാനും സിനിമയാക്കാനും ശ്രമിക്കാനായിട്ട് പറ്റും. പുള്ളിക്ക് അതിനകത്തൊരു ഓണർഷിപ്പും ഉണ്ടാവുകയില്ല. ഇനി അതല്ല, നിങ്ങളുടെ കഥയൊന്നും ഇഷ്ടപ്പെട്ടില്ല, പുള്ളിയുടെ മനസ്സിലൊരു കഥയുണ്ട്, അത് തിരക്കഥയാക്കി കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അതായത് ഒന്ന്, നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ 3-4 മാസം പോകുന്നെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, അയാളുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാം, അയാളുടെ കൂടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്ത് അയാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ലെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ടും നഷ്ടപ്പെടുമെന്നുള്ളതേ ഉള്ളൂ. ഇനി നിങ്ങൾ തുടക്കക്കാരനായിട്ടൊരു തിരക്കഥകർത്താണ്, നിങ്ങൾക്ക് അങ്ങനെ തിരക്കഥ എഴുതി വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ഒരു തിരക്കഥ എഴുതി അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് 3-4 തിരക്കഥയൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം, ഇത്തരം ഉടായ്പ ഡയറക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഈ ചോദ്യം എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ള സീനിയർ റൈറ്റേഴ്സിനോട് ചോദിച്ചു. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കാരണം പലരും തിരക്കഥ എഴുതി തരുമെന്ന് ചോദിച്ച് വരുന്നുണ്ട്. അപ്പം ഒരാൾക്ക് വേണ്ടി ടൈം കൊടുക്കുകയാണെങ്കിൽ 2-3 മാസം കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒരു 100 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 99 പേരും ഉടായ്പാണെങ്കിൽ എൻ്റെ അത്രയും സമയവും എനർജിയും വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ജെന്യൂനായിട്ട് ഒരാളെ കണ്ടുപിടിച്ചാൽ അത് സിനിമയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനത് ചോദിച്ച സമയത്ത് എനിക്ക് വളരെ സീനിയർ ആയിട്ടുള്ള റൈറ്റർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഒരു വഴിയുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് ഇത്തരം ഒരാൾ ഒരു തിരക്കഥ എഴുതി തരുമോ എന്ന് ചോദിച്ച് വരികയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ചെയ്യുന്ന വർക്കിന് മിനിമം ഒരു പേയ്മെൻറ്റ് വാങ്ങിയിരിക്കണം. നിങ്ങൾ വലിയ റൈറ്റേഴ്സ് വാങ്ങുന്ന ലക്ഷങ്ങളൊന്നും വാങ്ങണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരു ചെറിയ എമൗണ്ടെങ്കിലും നിങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപയെങ്കിലും മിനിമം, അതായത് അഡ്വാൻസ് ഒരു 10,000 വാങ്ങിയിട്ട് ബാക്കി എമൗണ്ട് പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുക. ഇത് ആവശ്യപ്പെടുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ട് വരുന്ന ഒരു ഡയറക്ടറാണെങ്കിൽ, അതായത് അയാളുടെ മനസ്സിൽ സിനിമയുണ്ട്, അയാളുടെ മനസ്സിലൊരു വിഷനുണ്ട്, ഇതെങ്ങനെ ഈ സിനിമ ആക്കണമെന്നാണ് അയാളുടെ ആ ഒരു ആഗ്രഹമെങ്കിലും 1-2 കഥകളായിരിക്കും
കഥയായിരിക്കും, അല്ല ഒരു 20-30 കഥയൊന്നും കാണില്ല. അങ്ങനെ വരുന്നൊരു ഡയറക്ടറാണെങ്കിൽ അയാൾക്ക് ഓൾറെഡി തിരക്കഥ എഴുതി കൊടുക്കാൻ മറ്റു ആൾക്കാരുമില്ല, പക്ഷേ അയാളുടെ വിഷണറി ഇതാണ്, അയാൾക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമ ഇതാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് എവിടെന്നെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ട് അത് സിനിമ ആക്കാനായിട്ട് ശ്രമിക്കും. അയാൾ സീരിയസ് ആയതുകൊണ്ടാണ് അയാൾ പണിയെടുത്തിട്ട് ആ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് എഴുതിക്കാനായിട്ട് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഉടായ്പ ആളാണെങ്കിൽ പുള്ളി 20 പേരെ കൊണ്ട് ഫ്രീ ആയിട്ട് എഴുതിക്കാനിരിക്കുകയാണ്. 19 പേരും ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരുത്ത മാത്രം പേയ്മെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ അവരെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പുള്ളി പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഫിൽറ്റർ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ആ ഒരു ജെന്യൂനായിട്ട് വരുന്ന ആളെയും അല്ലാത്തവരെയും കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഞാൻ പലരോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇത് കേട്ടിട്ട് സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ട്. അവരാരും ഇന്ന് വരെ സിനിമ ചെയ്തിട്ടില്ല. അതായത് 3 കൊല്ലം മുമ്പൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് നാളെ സിനിമ ചെയ്യും, അടുത്ത ആഴ്ച സിനിമ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ വന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അവന് ഫ്രീ ആയിട്ട് തിരക്കഥ എഴുതി തരാമോ, തിരക്കഥ ഞാൻ എഴുതി തരുന്ന ആളല്ലേ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ഇന്ന ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 6 മാസത്തിൽ തിരക്കഥ എഴുതും, പ്രൊഡ്യൂസർ റെഡിയാണ്, ആർട്ടിസ്റ്റ് റെഡിയാണെന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ പേയ്മെൻറ്റിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞ സമയത്ത് ഇവരെല്ലാവരും സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ട്. അവരാരും ഇന്നൊരു സിനിമയും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അന്ന് തിരക്കഥ എഴുതി കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ അത്രയും ടൈം അവിടെ വേസ്റ്റ് ആയേനെ. അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കൊരു മിനിമം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരുത്തിനും ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, തുടക്കക്കാരായിട്ടുള്ള പല തിരക്കഥാകൃത്തുക്കളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അത്തരത്തിൽ പോയി ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസൈറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും